ഇന്റർനാഷണൽ കവണന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ICCPR ഇതിലുള്ള ആർട്ടിക്കിൾസ് എന്താണെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ദ ഇന്റർനാഷണൽ കവണന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് was adopted by the United Nations General Assembly on 16 December 1966 and entered into force on 23 March 1976. By the end of 2001, the covenant had been ratified by 147 states. The important points of covenant are: 1966 ഡിസംബർ 16 ജനറൽ അസംബ്ലിയിൽ UN ജനറൽ അസംബ്ലിയിൽ എന്ത് ചെയ്താണ് ഈ ഭരണഘടന അല്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. 1976 മാർച്ച് 23 നിയമപരമായിട്ട് നിലയിൽ വന്നത്. 2001 അവസാനം ഈ കവണന്റിൽ അല്ലെങ്കിൽ ഇത് 147 സംസ്ഥാനങ്ങൾ എന്ത് ചെയ്ത് അതിൽ അംഗമായിട്ട് ചേർന്ന് അവർ അത് അംഗീകരിച്ചു. താഴെ പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഈ കവണന്റിൽ ഉള്ളത്. ഒന്നാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് The states commit themselves to promote the right to self-determination and to respect that. അപ്പോൾ ഒന്നാമത്തേൽ പറയണത് എന്താണ്, സെൽഫ് ഡിറ്റർമിനേഷനും റെസ്പെക്ട് ദ റൈറ്റും. എന്താണ്, എല്ലാവർക്കും ഒരു സെൽഫ് ഡിറ്റർമിനേഷൻ കൊടുക്കണം ആ അവകാശം ഉപയോഗിക്കുമ്പോൾ. അതുപോലെ തന്നെ റൈറ്റിന് എന്ത് ചെയ്യും വേണം, അവർ റെസ്പെക്റ്റ് ചെയ്യുകയും വേണം. ഇറ്റ് ഓൾസോ റെക്കഗ്നൈസ് ദ റൈറ്റ്സ് ഓഫ് പീപ്പിൾസ് ടു ഫ്രീലി ഓൺ, ട്രേഡ് ആൻഡ് ഡിസ്പോസ് ഓഫ് ദർ നാച്ചുറൽ വെൽത്ത് ആൻഡ് റിസോഴ്സസ്. പിന്നെ അതുകൂടാതെ എന്താണ്, ഓരോ ജനങ്ങളും ഓരോരുത്തരും എന്ത് ചെയ്യണം, അവരുടെ അവകാശങ്ങളെന്ന് സ്വയം റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. വ്യാപാരം നടത്തുന്നതിനായിട്ടുണ്ടെങ്കിലും നാച്ചുറൽ വെൽത്തുകൾ എങ്ങനെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും, റിസോഴ്സുകൾ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അതിനെപ്പറ്റി എന്ത് ചെയ്യണം, സ്വയം അവർക്ക് അറിയാനായിട്ട് സാധിക്കുകയും വേണം. എമംഗ് ദ റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ഗ്യാരണ്ടീഡ് ബൈ ദ കവണന്റ് ആർ. എന്തൊക്കെയാണ് ഒരു വ്യക്തി എന്ന നിലയിൽ ആ കവണന്റ് അല്ലെങ്കിൽ നിയമം എന്താണ് അവർക്ക് ഗ്യാരണ്ടി നൽകുന്നത്, അത് വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, ഓരോരുത്തർക്ക് അറിയാനായിട്ട് സാധിക്കണം. അതാണ് ആർട്ടിക്കിൾ 1 പറയണത്. രണ്ടാമത്തത് ദ റൈറ്റ് ടു ലീഗൽ റിസോഴ്സസ് വെൻ ദ റൈറ്റ്സ് ഹാവ് ബീൻ വയലേറ്റഡ് ഈവൻ ഇഫ് ദ വയലേറ്റർ വാസ് ആക്ടിങ് ഇൻ ആൻ ഒഫീഷ്യൽ കപ്പാസിറ്റി. എന്താണ്, റൈറ്റ് ഏതെങ്കിലും രീതിയിൽ അവകാശം ഏതെങ്കിലും രീതിയിൽ അവരെന്താണ് റൂൾസ് തെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വയലേറ്റർ ആരാണോ അയാൾക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും, ഒഫീഷ്യലായിട്ട് നടപടി എടുക്കാനായിട്ട് സാധിക്കും. ആർട്ടിക്കിൾ 3 ദ റൈറ്റ് ടു ഇക്വാലിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ ഇൻ ദ എൻജോയ്മെൻറ്റ് ഓഫ് ദർ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. എന്താണ്, പുരുഷനെന്നോ സ്ത്രീയെന്നോ യാതൊരു വേർതിരിവുമില്ലാതെ സിവിലായാലും പൊളിറ്റിക്കൽ റൈറ്റ്സ് ആയാലും അവർക്ക് ഈക്വാലിറ്റി ഉണ്ട്. ഇപ്പോൾ രാഷ്ട്രം എന്താണ് ഇലക്ഷനിലൊക്കെ മത്സരിക്കാനായിട്ട് അല്ലെ വനിതകൾക്ക് മുൻഗണന വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് പൊളിറ്റിക്കലായാലും സിവിലായാലും രണ്ട് രീതിയിലും എന്താണ് അവർക്ക് ഇക്വാലിറ്റി ഉണ്ട്, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ. ആർട്ടിക്കിൾ 6 പറയണത് ദ റൈറ്റ് ടു ലൈഫ് ആൻഡ് സർവൈവൽ. എന്താണ്, ജീവിക്കുന്ന അവകാശവും അതിജീവനത്തിനുള്ളത് അല്ലേ, അതിജീവനത്തിന് എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതൊക്കെ അതിജീവിക്കാനുള്ള അവകാശം. ആർട്ടിക്കിൾ 7 ദ ഫ്രീഡം ഫ്രം ഇൻഹ്യൂമൻ ഓർ ഡീഗ്രേഡിംഗ് ട്രീറ്റ്മെൻറ്റ് ഓർ പണിഷ്മെൻറ്റ്. എന്താണ്, ഏതെങ്കിലും മാനുഷികരാഹിത്യം അല്ലെങ്കിൽ മനുഷ്യജീവിയാണെന്ന് പരിഗണന നൽകാതെ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ അതെന്ത് ചെയ്യുക, ഡീഗ്രേഡ് ചെയ്യുക, കുറയ്ക്കാനായിട്ട് നോക്കാം. ആർട്ടിക്കിൾ 8 ദ ഫ്രീഡം ഫ്രം സ്ലേവറി ആൻഡ് സെർവിറ്റ്യൂഡ്. എന്താണ്, അടിമത്തത്തിൽ നിന്ന് അല്ല ഒരാളുടെ കീഴിൽ നമ്മൾ എന്താണ് യാതൊരു കൂലിയും ഇല്ലാതെയൊക്കെ പണിയെടുപ്പിക്കണം, അതൊക്കെ എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അടുത്ത ആർട്ടിക്കിൾ 9 ആണ് പറയണത്. The right to liberty and security of the person and freedom from arbitrary arrest or detention. എന്താണ് പറയണത്, ലിബർട്ടിയും സെക്യൂരിറ്റി, ഒരു വ്യക്തിക്ക് എന്താണ് സ്വാതന്ത്ര്യവും വേണം സുരക്ഷിതവും വേണം. ആൻഡ് ഫ്രീഡം ഫ്രം ആർബിറ്ററി അറസ്റ്റ് ഓർ ഡിറ്റൻഷൻ. എന്താണ്, യാതൊരു കാരണവുമില്ലാതെ അറസ്റ്റൊക്കെ തടവിലൊക്കെയാണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുന്നുള്ള അവകാശമുണ്ട്. ആർട്ടിക്കിൾ 11 ദ ഫ്രീഡം ഫ്രം പ്രിസൺ ഡ്യൂ ടു ഡെപ്റ്റ്. എന്താണ് പറയണത്, എന്തെങ്കിലും കാരണത്തിൽ നമുക്ക് തടവ് ശിക്ഷ വന്നിട്ടുണ്ടെങ്കിൽ, ജയിലിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, കടം മൂലമാണ് വന്നതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രക്ഷപ്പെടാനായിട്ട് ഉള്ള സാധ്യതയുണ്ട്. അടുത്ത ആർട്ടിക്കിൾ 12 ദ റൈറ്റ് ടു ലിബർട്ടി ആൻഡ് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്.
സ്വാതന്ത്ര്യത്തോടുകൂടി നടക്കുന്നതിന് ഉള്ള അവകാശം. അടുത്ത ആർട്ടിക്കിൾ 14 പറയണത് ദ റൈറ്റ് ടു ഇക്വാലിറ്റി ബിഫോർ ദ ലോ, ദ റൈറ്റ് ടു ബി പ്രിസ്യൂംഡ് ഇന്നസെൻറ്റ് അണ്ടിൽ പ്രൂവൺ ഗിൽറ്റി ആൻഡ് ടു ഹാവ് എ ഫെയർ ആൻഡ് പബ്ലിക് ഹിയറിംഗ് ബൈ ആൻ ഇംപാർഷ്യൽ ട്രൈബ്യൂണൽ. റൈറ്റ് ടു നിയമത്തിന് മുൻപിൽ എല്ലാവരും എന്താണ് സമന്മാരാണ്. ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനായിട്ട് പാടില്ല. പ്രിസ്യൂംഡ് ഇന്നസെൻറ്റ് അൺടിൽ പ്രൂവൻ ഗിൽറ്റി, എന്താണ് അയാൾ കുറ്റക്കാരനാണെന്ന് തെളിയുന്നത് വരെ എന്താണ് അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, കുറ്റാരോപിതനാക്കാനോ കുറ്റവാളിയൊന്നും പറയാൻ പാടില്ല. ആൻഡ് ടു ഹാവ് എ ഫെയർ ആൻഡ് പബ്ലിക് ഹിയറിംഗ് ബൈ ആൻ ഇംപാർഷ്യൽ ട്രൈബ്യൂണൽ. എന്താണ് ഇംപാർഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു പക്ഷപാതവും ഇല്ലാതെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അയാളെ വിസ്തരിക്കേണ്ടത്. ആർട്ടിക്കിൾ 16 ദ റൈറ്റ് ടു ബി റെക്കഗ്നൈസ്ഡ് ആസ് എ പേഴ്സൺ ബിഫോർ ദ ലോ. എന്താണ് നിയമത്തിന് മുൻപിൽ അയാൾ വരുമ്പോഴും എന്താണെന്നൊരു റെക്കഗ്നിഷൻ കൊടുക്കണം, ഒരു വ്യക്തിയാണ്, ഒരു മനുഷ്യനാണെന്ന് പരിഗണന കൊടുക്കുകയും വേണം. ആർട്ടിക്കിൾ 7 ദ റൈറ്റ് പ്രൈവസി ആൻഡ് ഇറ്റ്സ് പ്രൊട്ടക്ഷൻ ബൈ ദ ലോ. എന്താണ് അയാൾ സ്വകാര്യതയ്ക്കും അതുപോലെ തന്നെ നിയമം കൊണ്ടുള്ള പരിരക്ഷ ഉണ്ടായിരിക്കണം. ആർട്ടിക്കിൾ 18 ദ ഫ്രീഡം ഓഫ് തോട്ട് കൺസൈൻസ് ആൻഡ് റിലീജിയൻ. എന്താണ് നമ്മൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന അവകാശമുണ്ട്, നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്ന അവകാശമുണ്ട്, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്ന അവകാശമുണ്ട്. ആർട്ടിക്കിൾ 19 ദ ഫ്രീഡം ഓഫ് ഒപ്പീനിയൻ ആൻഡ് എക്സ്പ്രഷൻ. സ്വതന്ത്രമായിട്ട് അഭിപ്രായങ്ങൾ പറയുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും അവകാശം. ആർട്ടിക്കിൾ 20 പ്രൊഹിബിഷൻ ഓഫ് പ്രൊപ്പഗണ്ട അഡ്വക്കേറ്റിംഗ് വാർ ഓർ നാഷണൽ റാഷ്യൽ ഓർ റിലീജിയസ് ഹേറ്റഡ്. എന്താണ് ഏതെങ്കിലും രീതിയിൽ യുദ്ധങ്ങൾ ഉണ്ടാവും, നാഷണൽ തലത്തിലോ ഇൻ്റർനാഷണൽ തലത്തിലോ, അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ തടയുന്നതിന്. ആർട്ടിക്കിൾ 21 ദ റൈറ്റ് ടു പീസ്ഫുൾ അസംബ്ലി. കൂട്ടം കൂടുന്നതിന്, സമാധാനപരമായിട്ട് യോഗങ്ങൾ ചേരുന്നതിന്. ആർട്ടിക്കിൾ 22 ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് അസോസിയേഷൻ. അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അസംബ്ലിയിൽ നിന്ന് ഒന്ന് തന്നെ കേട്ടോ, എന്താണ് അത് ഒന്നിച്ച് കൂടുന്നതിനുള്ള അവകാശം. ആർട്ടിക്കിൾ 23 ദ റൈറ്റ് ടു മാരി ആൻഡ് ഫൗണ്ട് എ ഫാമിലി. വിവാഹം കഴിക്കുന്നതിനും സ്വന്തമായിട്ടൊരു ഫാമിലി ഉണ്ടാക്കുന്നതിനുള്ള അവകാശം. ആർട്ടിക്കിൾ 24 ദ റൈറ്റ് ഫോർ ചിൽഡ്രൻ സ്റ്റാറ്റസ് ആസ് മൈനേഴ്സ്, നാഷണാലിറ്റി, രജിസ്ട്രേഷൻ ആൻഡ് നെയിം. എന്താണ് കുട്ടികൾക്കുള്ള അവകാശങ്ങളായിട്ട് പറയണത്, മൈനർ ആയിക്കോട്ടെ ഏത് രാജ്യക്കാരനായിക്കോട്ടെ, രജിസ്ട്രേഷൻ എന്താ പേരിലൊക്കെ എന്താണ് സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ എടുക്കാനുള്ള അവകാശമുണ്ട്. ആർട്ടിക്കിൾ 25 ദ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കണ്ടക്ട് ഓഫ് പബ്ലിക് അഫയേഴ്സ്, ടു വോട്ട് ആൻഡ് ടു ബി ഇലക്റ്റഡ് ആൻഡ് ആക്സസ് ടു പബ്ലിക് സർവീസ്. എന്താണ് പബ്ലിക് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതിനും അതുപോലെ തന്നെ ഒരു വോട്ട് ചെയ്യുന്നതിന്, നമുക്ക് ഇഷ്ടമുള്ള വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോട്ട് ചെയ്ത് അയാളെ ആ ഇതിലേക്ക് എന്താണോ അയാളുടെ ജോലി അല്ലെങ്കിൽ ഏതിലേക്കാണോ പോസ്റ്റിലേക്കാണോ വരുന്നത് അതിലേക്ക് എലക്ട് ചെയ്യാനുള്ള അവകാശം. ആർട്ടിക്കിൾ 26 ദ റൈറ്റ് ടു ഇക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ. നിയമത്തിന് മുൻപിൽ ഇക്വാലിറ്റി ഉണ്ട്, എല്ലാവർക്കും തുല്യമായ പരിരക്ഷ ഉറപ്പുവരുത്തുകയും വേണം. ആർട്ടിക്കിൾ 27 ദ റൈറ്റ് ഫോർ മെമ്പേഴ്സ് ഓഫ് റിലീജിയസ്, എത്നിക് ഓർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് to enjoy their culture, practice their religion and use their language. എന്താണ് റിലീജിയസ്, എത്നിക് ഓർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്. എന്താണ് ചെറിയൊരു വിഭാഗം ആൾക്കാരുണ്ടാവും, ഗോത്രവർഗ്ഗക്കാരെന്നൊക്കെ പറയൂലേ, എല്ലാവരുടെ ആചാരങ്ങൾ പോലെ ആയിരിക്കില്ല അവരുടെ ആചാരങ്ങൾ എന്ന് പറയുന്നത്, അവരുടെ മതത്തിനനുസരിച്ചിട്ടും അല്ലാതെ ഉള്ളത്. അപ്പം അങ്ങനെ ആവുമ്പോൾ അതിനൊരു പരിരക്ഷ കൊടുക്കണം. അവരുടെ സംസ്കാരത്തിനനുസരിച്ചിട്ട് അവരുടെ മതത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നതിനും അതുപോലെ അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നതിനുള്ള അവകാശവും. ഇത്രയുമാണ് ICCPR വന്ന ആർട്ടിക്കിൾസിൽ 27 ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് ICESCR കേട്ടോ, ഇൻ്റർനാഷണൽ കവണൻ്റ് ഓൺ സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. അതിൽ ഇതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ആണ് പറയണത്. ഫസ്റ്റ് ആർട്ടിക്കിൾ പറയണത് ഓൾ പീപ്പിൾസ് ഹാവ് ദ റൈറ്റ് ഓഫ് സെൽഫ് ഡിറ്റർമിനേഷൻ ഇൻക്ലൂഡിങ് ദ റൈറ്റ് ടു ഡിറ്റർമിൻ ദെയർ പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് ആൻഡ് ഫ്രീലി പെർസ്യൂ ദെയർ ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ്. എന്താണ് എല്ലാ വ്യക്തികൾക്കും സെൽഫ് ഡിറ്റർമിനേഷൻ ഉണ്ടാവണം. അതിൻ്റെ ഭാഗമായിട്ട് വന്ന എന്തൊക്കെയാണ്, പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യാനുള്ള അവകാശമുണ്ട്, പിന്നെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും അവർക്ക് അതിനെപ്പറ്റി തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്. ആർട്ടിക്കിൾ 2 ഈച്ച് സ്റ്റേറ്റ് പാർട്ടി അണ്ടർടേക്സ് ടു ടേക്ക് സ്റ്റെപ്സ് ടു ദ മാക്സിമം ഓഫ് ഇറ്റ്സ് അവൈലബിൾ റിസോഴ്സസ്
to achieve progressively the full realization of the rights in this treaty. Everyone is entitled to the same rights without discrimination of any kind. ഇതിന് ആർട്ടിക്കിൾ 2 പറയുന്നത് എന്താണ്? ഏത് സ്റ്റേറ്റ് പാർട്ടി ആയിക്കോട്ടെ അവർക്ക് എന്താണ്, അവരുടെ റിസോഴ്സ് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം? അച്ചീവ് പ്രോഗ്രസീവ്ലി ദ ഫുൾ റിയലൈസേഷൻ റൈറ്റ്സ് ഇൻ ദിസ് ട്രീറ്റി. അവരുടെ ഭരണകാര്യങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. പ്രോഗ്രസീവ് പുരോഗമനപരമായുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതലായിട്ട് ഉപയോഗിക്കണം. Everyone is entitled to the same rights without discrimination of any kind. ഒരു തരത്തിലും എന്ത് പറയുക പാർഷ്യാലിറ്റി അവിടെ പാടില്ല. എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പാക്കി കൊടുക്കേണ്ടത്. ആർട്ടിക്കിൾ 3 the states undertake to ensure the equal right of men and women to the enjoyment of all rights in this treaty. then ഈക്വൽ റൈറ്റ്, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അവർക്ക് എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, അവകാശങ്ങൾ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. ആർട്ടിക്കിൾ 4 limitations may be placed on these rights only if compatible with the nature of these rights and solely for the purpose of promoting the general welfare in a democratic society. ആർട്ടിക്കിൾ 4 പറഞ്ഞ എന്താണ്, ഇന്ന് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ, റൈറ്റുകൾ നമ്മൾക്ക് ഫുൾഫിൽ ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ആൻഡ് സോൾലി ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊമോട്ടിംഗ് ദ ജനറൽ വെൽഫെയർ ഇൻ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി. അതുകൂടാതെ എന്ത് ചെയ്യണം, അത് നിർബന്ധമായിട്ടും അത്തരത്തിലുള്ള അവകാശങ്ങൾ ഉണ്ടെങ്കിൽ അത് നടപ്പാക്കി കൊടുക്കാനായിട്ട് നോക്കുകയും വേണം. ആർട്ടിക്കിൾ 5 no person, group or government has the right to destroy any of these rights. ഒരു വ്യക്തിക്കോ ഒരു ഗ്രൂപ്പിനോ ഗവൺമെൻറ്റും എന്ത് ചെയ്യാൻ പാടില്ല, യാതൊരു തരത്തിലും ഇവരുടെ അവകാശങ്ങൾ നശിപ്പിക്കാനായിട്ട് സാധിക്കുകയുമില്ല. ആർട്ടിക്കിൾ 6 everyone has the right to work including the right to gain one's living at work that is freely chosen and accepted. എന്താണ്, എല്ലാവർക്കും ജോലികൾ ചെയ്യുന്നുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ അതിൽ നിന്ന് ജോലിയിൽ നിന്നുള്ള ലാഭങ്ങൾ കിട്ടുന്നതിനുള്ള അവകാശമുണ്ട്. ഏത് തരത്തിലുള്ള ജോലി വേണമെന്ന് സെലക്ട് ചെയ്യുന്നതിനും അത് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള അധികാരമുണ്ട്. ആർട്ടിക്കിൾ 7 everyone has the right to just conditions of work, fair wages, ensuring a decent living for himself and his family, equal pay for equal work, safe and healthy working conditions, equal opportunity for everyone to be promoted, rest and leisure. എന്താണ്, എല്ലാ വ്യക്തികൾക്കും നല്ല രീതിയിൽ നല്ല സാഹചര്യത്തിൽ വർക്ക് ചെയ്യുന്നുള്ള അവകാശമുണ്ട്. അവർ ചെയ്യുന്ന ജോലിക്ക് ഫെയർ ആയിട്ടുള്ള വേജസ് കിട്ടുന്നെന്ന് ഉറപ്പിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫാമിലിയുമായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, എത്ര വർക്കാണ് ചെയ്യുന്നതിന് ഈക്വൽ പേയുമാണ് വരുന്നത്. സേഫ് ആൻഡ് ഹെൽത്തി വർക്കിംഗ് കണ്ടീഷൻസ് ആണ്. വർക്കിംഗ് കണ്ടീഷൻസ് സേഫും ആയിരിക്കണം, അതുപോലെ തന്നെ ഈക്വലും ആയിരിക്കണം. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എവരിവൺ ടു ബി പ്രൊമോട്ട്, റെസ്റ്റ് ആൻഡ് ലെഷർ. അവർക്ക് അതുപോലെ തന്നെ എന്താണ്, ജോലിയുടെ ഇടയിൽ അവർക്ക് എന്ത് ചെയ്യണം, റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കണം. ആർട്ടിക്കിൾ 8 everyone has the right to form and join trade unions, the right to strike. എന്താണ്, ട്രേഡ് യൂണിയനിൽ ഫോം ചെയ്യുന്നതിൽ ജോയിൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ റൈറ്റ് ടു സ്ട്രൈക്ക്, സമരങ്ങൾ നടത്തുന്നുള്ള അവകാശമുണ്ട്. ആർട്ടിക്കിൾ 9 everyone has the right to social security and including social insurance. എല്ലാവർക്കും എന്താണ്, സാമൂഹ്യമായിട്ടുള്ള സുരക്ഷയും അതുപോലെ തന്നെ സോഷ്യൽ ഇൻഷുറൻസും കിട്ടുന്നതിനുള്ള അവകാശം ഉണ്ട്. ആർട്ടിക്കിൾ 10 പറയണത് പ്രൊട്ടക്ഷൻ ആൻഡ് അസിസ്റ്റൻസ് ഷുഡ് ബി അക്കോർഡഡ് ടു ദ ഫാമിലി. മാരേജ് മസ്റ്റ് ബി എൻറ്റേർഡ് ഇൻ ടു വിത്ത് ദ ഫ്രീ consent of both spouses. Special protection should be provided to mothers.
Special measures should be taken on behalf of children without discrimination. Children and youth should be protected from economic exploitation. Children and youth should be protected from economic exploitation. Their employment in dangerous or harmful work should be prohibited. There should be age limits below which child labor should be prohibited. ആർട്ടിക്കിൾ 10 പറയുന്നത് എന്താണ്? ഫാമിലിക്ക് അവർ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, മാരേജ് നടത്താനായിട്ട് രണ്ടുപേരുടെയും സമ്മതം വേണം. പിന്നെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്, അമ്മമാർക്ക് പ്രത്യേകമായ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്കും അവരുടേതായ സ്പെഷ്യലായിട്ടുള്ള റൈറ്റ്സുകളുണ്ട്. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കുട്ടികളായിട്ടുണ്ടെങ്കിലും അതുപോലെ യൂത്തും അവരെയും എന്ത് ചെയ്യുന്നുണ്ട്, സാമ്പത്തികമായിട്ട് ആരെങ്കിലും ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിള്ളേരെയോ അതുപോലെ തന്നെ ചെറുപ്പക്കാർക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം. പിന്നെ അവർ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. ഡേഞ്ചറസ് ആണ്, ഹാർംഫുൾ വർക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ തടയാനായിട്ട് നോക്കാം. There should be age limits below which child labor should be prohibited. പിന്നെ അതുകൂടാതെ എന്താണ്, ബാലവേല നിരോധിച്ചിട്ടുണ്ട്. ഇത്ര ഏജ് ലിമിറ്റ് ഉണ്ട്, അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജോലിയിൽ എടുക്കാനും പറ്റുള്ളൂ. ആർട്ടിക്കിൾ 11 പറയണത് എവരിവൺ ഹാസ് ദ റൈറ്റ് ടു ബി ആൻ ആഡിക്വേറ്റ് standard of living for himself and his family, including adequate food, clothing and housing. Everyone has the right to be free from hunger. then അവർ ഓരോരുത്തർക്കും അവർക്ക് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കണം, ഫാമിലിയുമായിട്ട് ജീവിക്കുന്നുള്ള, അത് ആവശ്യത്തിനുള്ള ഭക്ഷണം കിട്ടണം, വസ്ത്രം ഉണ്ടായിരിക്കണം, അതുപോലെ താമസിക്കുന്ന സൗകര്യം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എല്ലാവർക്കും വിശപ്പിൽ നിന്നും ഫ്രീ, അതായത് ആരും വിശന്ന് ഇരിക്കാനായിട്ട് ആഹാരം ഇല്ലാതെ ഇരിക്കരുത്. ആർട്ടിക്കിൾ 12 പറയണത് എന്താണ്, എവരിവൺ ഹാസ് ദ റൈറ്റ് ടു ദ എൻജോയ്മെന്റ് ഓഫ് ദ ഹയസ്റ്റ് അറ്റൈനബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. 12 പറയണത് എല്ലാവർക്കും എന്താണ്, അവരുടേതായ രീതിയിൽ ജീവിക്കുന്നതിന് മാനസികമായിട്ടും അതുപോലെ തന്നെ എന്താണ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്, ഇത് രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. എല്ലാവർക്കും അത്തരത്തിലുള്ള എൻജോയ്മെന്റ് ഉണ്ടായിരിക്കണം. അടുത്ത ആർട്ടിക്കിൾ 13 പറയുന്നത് എവരിവൺ ഹാസ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. എന്ത് ചെയ്യണം, വിദ്യാഭ്യാസം കിട്ടുന്നതിനുള്ള അവകാശമുണ്ട്. പ്രൈമറി എഡ്യൂക്കേഷൻ ഷുഡ് ബി കമ്പൽസറി ആൻഡ് ഫ്രീ ടു ഓൾ. എന്ത് ചെയ്യണം, പ്രൈമറി എഡ്യൂക്കേഷൻ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമായും എന്ത് ചെയ്യണം, അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഫ്രീ ആയിട്ടാണ് കൊടുക്കേണ്ടത്. ആർട്ടിക്കിൾ 14 പറയണത് those states where compulsory free primary education is not available to all should work out a plan to provide such educations. ചില സംസ്ഥാനങ്ങൾ എന്താണ് കമ്പൽസറി ആയിട്ട് എന്താ പറയുക പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കണില്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, അവർക്ക് വിദ്യാഭ്യാസം നടത്തുന്നുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. ആർട്ടിക്കിൾ 15 പറയുന്നത് എവരിവൺ ഹാസ് ദ റൈറ്റ് ടു ടേക്ക് പാർട്ട് ഇൻ കൾച്ചറൽ ലൈഫ്, എൻജോയ് ദ ബെനിഫിറ്റ്സ് ഓഫ് സയൻറ്റിഫിക് പ്രോഗ്രസ്. എല്ലാവർക്കും എന്ത് ചെയ്യണം, അവരുടെ സാംസ്കാരിക അവർ പിന്തുടരുന്ന ആചാരങ്ങളുണ്ടായിരിക്കും, അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. അത്തരത്തിൽ ഒരു പുരോഗമന ചിന്തയോടു കൂടിയാണ് എന്ത് ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. എല്ലാവർക്കും ഒരേ രീതിയിൽ എൻജോയ്മെൻറ്റുകൾ നടത്താനുള്ള അവകാശം ഉണ്ട്. അടുത്ത് പറയുന്നത് വാല്യൂ ഡയമെൻഷൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് കേട്ടോ. ഹ്യൂമൻ റൈറ്റ്സ് ഹാവ് ബ്രോഡർ ഡയമെൻഷൻസ് ആൻഡ് കോംപ്രഹെൻസീവ് റീച്ച്. ഇറ്റ് ഗിവ്സ് എ ലിബറൽ ആൻഡ് കോംപ്രഹെൻസീവ് മീനിങ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഓഫ് ഹ്യൂമൻ ബീയിങ്സ്.
ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്താണ് ബ്രോഡർ ഡയമെൻഷൻസ്, പല രീതിയിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അതുപോലെ തന്നെ പല രീതിയിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഹ്യൂമൻ റൈറ്റ്സിൻ്റെ അവകാശങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. ഒരു ലിബറൽ ആൻഡ് കംപ്രഹെൻസീവ് മീനിങ് ആണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹ്യൂമൻ റൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ജീവിതത്തിനും അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും പേഴ്സണൽ ആയിട്ടുള്ള അവകാശങ്ങൾക്കും മുൻഗണന നൽകുന്നതാണിത്. ഇറ്റ് കവേഴ്സ് എ പ്ലെത്തോറ ഓഫ് റൈറ്റ്സ്, ഒരുപാട് റൈറ്റ്സുകളുണ്ട്, സച്ചാസ് റൈറ്റ് ടു പ്രൈവസി, റൈറ്റ് ടു ട്രാവൽ, റൈറ്റ് ടു ലൈവ്ലിഹുഡ്, റൈറ്റ് ടു മെഡിക്കൽ കെയർ, റൈറ്റ് ടു ലിവ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി, റൈറ്റ് ടു ഫ്രീ ലീഗൽ എയ്ഡ്, റൈറ്റ് അഗെയിൻസ്റ്റ് ഇൻഹ്യൂമൻ, ക്രൂവൽ ആൻഡ് ഡീഗ്രേഡിംഗ് ട്രീറ്റ്മെൻറ്റ് എക്സെട്ര. അങ്ങനെ പലതരത്തിലുള്ള അവകാശങ്ങൾ എന്തുണ്ട് ഹ്യൂമൻ റൈറ്റ്സിൽ പറയുന്നുണ്ട്. Human rights are very significant to the human beings because of the following. പിന്നെ എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള താഴെ പറയുന്നതാണ് അതിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് ആർ എസെൻഷ്യൽ ഫോർ ദ ആഡിക്വേറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഹ്യൂമൻ പേഴ്സണാലിറ്റി. ഒരു വ്യക്തിയുടെ, ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം വികസിപ്പിക്കുന്നതിനും എന്തത്യാവശ്യമാണ്, ഹ്യൂമൻ റൈറ്റ്സ് അത്യാവശ്യമാണ്. 2. These strengthen the development process and translate the sustainable development into practice. എന്താണ് ഒരു ശക്തമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരു സുസ്ഥിരമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടായിരിക്കണം. അതിനെന്ത് വേണം, ഹ്യൂമൻ റൈറ്റ്സ്, അതായത് മനുഷ്യന് അവകാശങ്ങളുണ്ട്, പ്രവർത്തിക്കാനുള്ള അവകാശങ്ങൾ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു നല്ലൊരു സൊസൈറ്റിയെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. 3. ഹ്യൂമൻ റൈറ്റ്സ് അവോയ്ഡ് അഡ്വേഴ്സ് physiological effects or techno-scientific growth and environmental crisis. ഹ്യൂമൻ റൈറ്റ്സ് എന്തിനു സഹായിക്കുന്നുണ്ട്, നമ്മൾ അഡ്വേഴ്സായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, ഒരു ടെക്നോളജി സയൻറ്റിഫിക്കിൻ്റെ വളർച്ച ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ എൻവയോൺമെൻറ്റലായിട്ടുള്ള എൻവയോൺമെൻറ്റ് ഒരുപാട് ക്രൈസിസുകളുണ്ട്, വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, മഴ, അങ്ങനെ ഉള്ള പല ബുദ്ധിമുട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം, മനുഷ്യനെ രക്ഷിക്കുന്നതിന് അഡ്വേഴ്സ് ഇഫക്റ്റ് എന്തൊക്കെയാണോ അതൊക്കെ ഒഴിവാക്കാന്നുള്ള കാര്യങ്ങൾ ഹ്യൂമൻ റൈറ്റ്സിലുണ്ട്. A rational human being has the capacity to determine his needs and also the lifestyle. ഒരു റാഷണൽ ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ചിട്ട് എന്ത് വേണം, അയാളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ഡിറ്റർമിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, അതിനനുസരിച്ചിട്ടുള്ള ലൈഫ് സ്റ്റൈലും ഉണ്ടായിരിക്കണം. അതിനും എന്തിന് ഹ്യൂമൻ റൈറ്റ്സ് ആണ് സഹായിക്കുന്നത്. 5. എൻവയോൺമെൻറ്റൽ റൈറ്റ്സ് എൻഷുർ ദ പീപ്പിൾ ടു ലിവ് ഇൻ ഹെൽത്തി എൻവയോൺമെൻറ്റ് ഫ്രീ ഫ്രം പൊല്യൂഷൻ. എൻവയോൺമെൻറ്റ് റൈറ്റ്സിൽ എന്ത് ചെയ്യണം, ജനങ്ങൾ അവർ താമസിക്കുന്ന അന്തരീക്ഷം ആരോഗ്യകരമുള്ളതാണെന്ന് ഉറപ്പുവരുത്തണം, യാതൊരു രീതിയിലുള്ള പൊല്യൂഷൻസ്, മലിനീകരണം ഇല്ല എന്നുള്ളതും ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. വാല്യൂ ഡയമെൻഷൻ വീണ്ടും 4 ഇങ്ങനെ തരംതിരിച്ച് കൊടുത്തയക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് 5 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട് വാല്യൂ ഡയമെൻഷൻസിൽ. എന്തുകൊണ്ടാണ് ഹ്യൂമൻ റൈറ്റ്സ് ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് പറഞ്ഞത് കേട്ടോ. എന്താണ് ആദ്യത്തെ പറഞ്ഞ ആഡിക്വേറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി ആണ്. 2. സ്ട്രെങ്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. 3 എന്താണ് അവോയ്ഡ് അഡ്വേഴ്സ് സൈക്കോളജിക്കൽ എഫക്ട്സ്. 4 പറയണത് എന്താണ് സ്വയം അവരുടെ അവകാശങ്ങൾ എന്താണ് ഡിറ്റർമിൻ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. പിന്നെ പറയണത് എൻവയോൺമെൻറ്റ് റൈറ്റ്സ് എൻഷുർ ദ പീപ്പിൾ ടു ലിവ് ഇൻ എ ഹെൽത്തി എൻവയോൺമെൻറ്റ് ഫ്രീ ഫ്രം പൊല്യൂഷൻ. മലിനീകരണം ഇല്ലാത്ത ഒരു നല്ല അന്തരീക്ഷത്തിൽ ജീവിക്കുക, ആരോഗ്യകരമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നതിനുള്ള എൻവയോൺമെൻറ്റ് റൈറ്റ്സ് ഉറപ്പുവരുത്തുകയും വേണം. ലാസ്റ്റ് പാർട്ടിലേക്കാണ് വന്നത്. അതിൽ ഒന്നാമത്തെ എന്താണ് ക്ലാസിഫിക്കേഷൻ പറയണത്, ദ ജനറൽ ഐഡിയ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് കേട്ടോ ഒന്നാമത്തെ ഡയമെൻഷൻസ് പറയണത്. അതിൽ വന്നത് ഹ്യൂമൻ റൈറ്റ്സ് ആർ റൈറ്റ്, ഹ്യൂമൻ റൈറ്റ്സ് ആർ പ്ലൂറൽ, ഹ്യൂമൻ റൈറ്റ്സ് ആർ യൂണിവേഴ്സൽ, ഹ്യൂമൻ റൈറ്റ്സ് ഹാവ് ഹൈ പ്രയോറിറ്റി. എന്താണ് ശരിയായിട്ടുള്ള അവകാശമാണ്, ഒരേ രീതിയിൽ
പല വിധത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെന്താണ്, യൂണിവേഴ്സലാണ്, എല്ലായിടത്തും ഒരേ രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. പിന്നെന്താണ്, അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി രണ്ടാമത് പറയുന്നത് എന്താണ്, ദ എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. എക്സിസ്റ്റൻസ്, അതിൻ്റെ നിലനിൽപ്പിനുള്ള കാര്യങ്ങളാണ് പറയണത്. അതിൽ 3 കാര്യങ്ങളാണ് പറയണത്. ഹൗ ക്യാൻ ഹ്യൂമൻ റൈറ്റ്സ് എക്സിസ്റ്റ്, എങ്ങനെയാണ് നിലനിർത്തിക്കൊണ്ട് പോണത്. രണ്ടാമത് പറഞ്ഞത് നോർമേറ്റീവ് ജസ്റ്റിഫിക്കേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ്, എങ്ങനെ നമ്മൾക്കത് ഒരു നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാൻ, ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത് പറയണത് പൊളിറ്റിക്കൽ കൺസെപ്ഷൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, എങ്ങനെയാണ് പൊളിറ്റിക്കലായിട്ടുള്ള, രാഷ്ട്രീയമായിട്ടുള്ള കൺസെപ്റ്റ് എങ്ങനെയാണ് ഹ്യൂമൻ റൈറ്റുമായി ബന്ധപ്പെട്ട് വന്നത്. ഇതാണ് എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ പറയുന്നത്. പിന്നെ അടുത്ത സി പറഞ്ഞ എന്താണ്, വിച്ച് റൈറ്റ്സ് ആർ ഹ്യൂമൻ റൈറ്റ്സ്, ഏതൊക്കെയാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് പറയുന്നത്. സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഉണ്ട്, സോഷ്യൽ റൈറ്റ്സ് ഉണ്ട്, റൈറ്റ്സ് ഓഫ് വുമൺ, മൈനോറിറ്റീസ് ആൻഡ് ഗ്രൂപ്പ്സ്, എൻവയോൺമെൻറ്റ് റൈറ്റ്സ്, ഇതൊക്കെ എന്തായിട്ട് വരുന്നതാണ്, ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ട് പറയുന്നത്. അടുത്ത ലാസ്റ്റത്തെ പറഞ്ഞ എന്താണ്, യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ് ഇൻ എ വേൾഡ് ഓഫ് ഡൈവേഴ്സ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ്. എന്താണ് യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്താകമാനം എന്ത് ചെയ്യണതാണ്, ഇതിൽ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്, അതിൻ്റെ പ്രവർത്തനത്തിലാണ് മറ്റുള്ള കാര്യങ്ങളും. അപ്പം അങ്ങനെയുള്ളതാണ് എന്തായിട്ട് വന്നത്, ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ട് വന്നത്. അപ്പം ഇത്രയുമാണ് ഇതിൽ പറയണത് കേട്ടോ. അതിൽ ICCPR അതിൻ്റെ ആർട്ടിക്കിൾ പറഞ്ഞ്, പിന്നെ എന്താണ് ICCPR ആർട്ടിക്കിൾസ് പറഞ്ഞ്, ലാസ്റ്റ് പറഞ്ഞതാണ് വാല്യൂ ഡയമെൻഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് പറയുന്നത്.